അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, എന്തിനാണ് ഇ ഡി വയനാട്ടിലേക്ക് വരുന്നത് പ്രിയങ്കയുടെ മണ്ഡലമായതുകൊണ്ടാണെന്നാണ് എൻ ശ്രീകുമാർ പറയുന്നത്. അതാണോ യഥാർത്ഥ കാരണം? സഹകരണ ബാങ്ക് എന്ന് കേട്ടാൽ ഉടനെ ഇ ഡി ഓടിയെത്തുമെന്നുള്ളതാണ് കേരളത്തിന്റെ അനുഭവം. ഈ പ്രിയങ്കയുടെ മണ്ഡലവും രാഹുലിന്റെ മണ്ഡലവും ഒക്കെ വളരെ കൃത്യമായ അഴിമതിയുടെ കാര്യത്തിൽ അവരുടെ നേതാക്കന്മാരുടെ പാത പിന്തുടരുന്നു എന്നുള്ളത് കോൺഗ്രസുകാർക്ക് ആഹ്ലാദിക്കാനുള്ള വക നൽകുന്നതാണ്. കൂട്ടിന് ആളുകളുണ്ടല്ലോ, മുകളിലും കൂട്ടിന് ആളുകളുണ്ട്, താഴെയും കൂട്ടിന് ആളുകളുണ്ട്. DCCയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ, MLA അടക്കമുള്ള ആളുകൾ ആരോപണ വിധേയരായി നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട ശ്രീ വിജയേട്ടൻ മരിക്കുന്ന സമയത്ത് അദ്ദേഹം എഴുതി എന്ന് പറയുന്ന കത്ത്, അദ്ദേഹത്തിന്റെ മരണത്തിന് മുൻപ് എഴുതി എന്ന് പറയുന്ന കത്ത്, അതിൽ പേരെടുത്ത് പറയുകയാണ്. എന്തെങ്കിലും സൂചന നൽകുകയല്ല സ്മൃതി, പേരെടുത്ത് പറയുകയാണ്. MLA എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ DCC ഭാരവാഹികൾ എന്ന് പറഞ്ഞു. നമുക്ക് മനസ്സിലാക്കാം ആരാണെന്നുള്ളത്, ഊഹിക്കാതിരിക്കാം. ഇത് അങ്ങനെയല്ലല്ലോ. അദ്ദേഹത്തിന് നേരിട്ടറിവുള്ള DCC ട്രഷറർ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് നേരിട്ടറിവുള്ള, അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് ലക്ഷക്കണക്കിന്, അദ്ദേഹത്തിന്റെ കത്തിൽ പറയുന്നത് എന്താണ്, നമ്മളെല്ലാം വായിച്ചതല്ലേ, 32 ലക്ഷത്തോളം രൂപ ലോൺ എടുപ്പിച്ച് അദ്ദേഹത്തിന് അത് 65 ലക്ഷത്തോളം കടമാക്കി, അദ്ദേഹത്തിന് കുടുംബം പോലും അറിയാത്ത രീതിയിൽ അദ്ദേഹത്തെ മരണത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിൽ ഒരു അഴിമതി നടത്തി അതിനെ കൂട്ടുന്നതിന് ശേഷം യാതൊരു ഒഴുപ്പുമില്ലാതെ കാട്ടുകള്ളന്മാരുടെ സ്വഭാവമല്ലേ കാണിക്കുന്നത്. ആത്മാർത്ഥതയുള്ള നല്ല കള്ളന്മാർ പോലും ഏതെങ്കിലും തരത്തിൽ ഈ തരത്തിൽ ആ വസ്തുതയെ തള്ളിപ്പറയുമോ? ഒരു മരണപ്പെട്ടിട്ടുള്ള സ്വന്തം നേതാവിനെ തള്ളിപ്പറയുക മാത്രമല്ല, അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണമായിട്ടുള്ള കാര്യത്തെ കൂടി തള്ളിപ്പറയുക. പക്ഷേ ഇതിവിടെ പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ ശ്രീകൃഷ്ണദാസ്, ഇവിടെ പോലീസ് അത് കൃത്യമായി അന്വേഷിക്കുകയാണല്ലോ. അപ്പോഴേക്കും ഇ ഡി എന്തിനാണ് വരുന്നത്? കോടികളുടെ കണക്കൊന്നും നിലവിൽ പുറത്തേക്ക് വന്നിട്ടില്ല. നിലവിൽ ഇപ്പോൾ 30 ലക്ഷമാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അഴിമതിയുടെ കാര്യത്തിൽ ഏതെങ്കിലും ഒരു LDF നേതാവിനെ UDF നേതാവിനെ LDF ഭരണത്തിലിരിക്കുമ്പോൾ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം സ്മൃതിയുടെ അനുഭവത്തിലുണ്ടോ? ആകെ ഒരു ബാലകൃഷ്ണപിള്ളയെ ചൂണ്ടിക്കാണിക്കാം എന്നുള്ളതല്ലാതെ എല്ലാ തരത്തിലുമുള്ള അഡ്ജസ്റ്റ്മെന്റുകളും സെറ്റിൽമെന്റുകളും നടത്തി രക്ഷപ്പെടുന്ന സാഹചര്യമല്ലേ രണ്ട് ഭരണ കാലഘട്ടങ്ങളിലും കേരളം എപ്പോഴും കണ്ടിട്ടുള്ളത്. അത് ഏത് അഴിമതി ആരോപണം ഉണ്ടായാലും അഴിമതി ആരോപണം ഉണ്ടാകും, പ്രക്ഷോഭങ്ങൾ നടക്കും. ആ പ്രക്ഷോഭങ്ങളുടെ എല്ലാം അവസാനത്തുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും. ഇപ്പോ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി, എന്റെ സുഹൃത്ത് ബഹുമാനപ്പെട്ട ശ്രീ അരുൺ സൂചിപ്പിക്കുകയാണ്, ഇ ഡി വരുന്നത് ഈ കേരളത്തിലെ അന്വേഷണത്തെ അട്ടിമറിക്കാനാണ്. അരുൺ ഹൈക്കോടതിയിലെ ഞങ്ങളെല്ലാം ബഹുമാനിക്കുന്ന എത്രയോ ക്രിമിനൽ കേസുകളടക്കം ഹാജരാക്കുന്ന, പക്ഷെ അദ്ദേഹത്തിന് അറിയാത്ത കാര്യമല്ലല്ലോ ഒരു ക്രിമിനൽ കേസിൽ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആത്മഹത്യക്ക് എടുത്തിട്ടുള്ള കേസിൽ അതിൽ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കാൻ കഴിയുമോ? സാമ്പത്തിക ഇടപാടുകൾ ഒരു കാരണമായി കാണിക്കാം, ആത്മഹത്യയുടെ കാരണമായി കാണിക്കാം. ആ സാമ്പത്തിക ഇടപാടുകളുടെ അഴിമതിയെ സംബന്ധിച്ച്, അതിലുള്ള വെട്ടിപ്പിനെ സംബന്ധിച്ച്, അതുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് സംസ്ഥാന പോലീസിന് ഈ ക്രൈമിൽ അന്വേഷിക്കാൻ കഴിയുമോ? കഴിയില്ല. അത് അന്വേഷിക്കാൻ കഴിയും ഒരു വിജിലൻസ് ഏജൻസിക്ക് കഴിയുമായിരിക്കും. അങ്ങനെ ഒരു പരാതിയോ അങ്ങനെ ഒരു നടപടിയോ ഈ സർക്കാർ എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടില്ല. ഇത് എന്തിനാണ് ഈ തരത്തിൽ ഇങ്ങനെ ഒരു കേസ് എടുത്തുകൊണ്ട് ശ്രീ അരുൺ തന്നെ, എനിക്ക് പൂർണ്ണമായി കേൾക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ഞാൻ കേട്ട ഭാഗത്തുനിന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഇവരെ അറസ്റ്റ് ചെയ്യരുത് എന്നൊരു ഉത്തരവില്ല എന്ന് പറയുകയാണ് ഇടതുപക്ഷത്തിന്റെ ഒരു പ്രതിനിധി. അങ്ങനെയാണെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്നത് ആരാണ്? ഇവരെ അറസ്റ്റ് ചെയ്യാൻ എന്താ തടസ്സമുള്ളത്? ഒരാൾ മാത്രമല്ലല്ലോ, എത്രയോ ആളുകളുടെ പേരുകൾ അതിലുണ്ട്. ഒരു MLAക്ക് ഏതെങ്കിലും തരത്തിലുള്ള അദ്ദേഹത്തിന് നിയമസഭാ സമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടോ സ്പീക്കറുടെ അനുമതിയോ ഒക്കെ വേണം നമുക്ക് കണക്ക് കൂട്ടുക. അങ്ങനെ അല്ലാത്തവർ എത്ര പേരുണ്ട് ഇതിന്റെ ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ? ശ്രീ ഗോപിനാഥന്റെ പേരുണ്ട്, അപ്പച്ചന്റെ പേരുണ്ട്. ആ തരത്തിൽ എത്രയോ ആളുകളുടെ പേരുകൾ പിന്നെയും പറഞ്ഞിരിക്കുന്നു ആ കത്തിൽ. അവരെ ആരെങ്കിലും ചോദ്യം ചെയ്യാൻ വിളിച്ചോ? അവരെ ആരെങ്കിലും അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായോ? അവർക്ക് പോലീസ് നടപടി ഉണ്ടായോ? പബ്ലിക് പ്രോസിക്യൂട്ടർ കാര്യമായി വാദിച്ചില്ല എന്നൊരു വാർത്ത കൂടിയുണ്ട്. എങ്ങനെ വാദിക്കാൻ കഴിയും? അങ്ങനെ വാദിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ എപ്പോഴെങ്കിലും UDF നേതാക്കന്മാർക്കെതിരെ LDF എടുത്തിട്ടുണ്ടോ എന്ന് ഞാൻ ആദ്യമേ ചോദിച്ചത് അതുകൊണ്ടല്ലേ. ഇനിയിപ്പോ ഇവരെ അറസ്റ്റ് ചെയ്യാൻ തടസ്സമൊന്നുമില്ലെങ്കിൽ എന്താ അറസ്റ്റ് ചെയ്യാത്തത്? ഇനി അതല്ലാത്ത നേതാക്കന്മാരുടെ കാര്യം പോട്ടെ, ഈ നേതാക്കന്മാരെ ചോദ്യം ചെയ്യാൻ വിളിക്കാൻ എന്താ തടസ്സമുള്ളത്? അറസ്റ്റ് രേഖപ്പെടുത്തണ്ട. ടെക്നിക്കലി നമുക്ക് കോടതിയിൽ ബെയിൽ ആപ്ലിക്കേഷൻ ഇരിക്കുകയാണ്, അതിൽ കോടതി ഒരു വാക്കാലൊരു ഉത്തരവ് പറഞ്ഞു. ശരി, വാക്കാലായിട്ടുള്ള കോടതിയുടെ ഉത്തരവിനെ നമ്മൾ ബഹുമാനിക്കണം. അറസ്റ്റ് ചെയ്യേണ്ട, ചോദ്യം ചെയ്യാൻ വിളിക്കണം, തെളിവുകൾ ശേഖരിക്കണം, ഇവരിൽ നിന്ന് രേഖകൾ പിടിച്ചെടുക്കണം, ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അന്വേഷണം നടത്തണം. ഒന്നുമില്ല. FIR ഇട്ടു, പോലീസ് അനങ്ങാതിരിക്കുക. കേരളത്തിൽ എത്ര ചടുലമായി ആക്ഷൻ നടത്തുന്ന പോലീസാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതല്ലേ, 2 മണിക്കൂർ കൊണ്ട് എറണാകുളത്ത് FIR ഇട്ട കേസിൽ വയനാട്ടിൽ നിന്ന് ആളെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ കേരളത്തിലെ ഇപ്പൊ കഴിഞ്ഞ ദിവസം അത് മാത്രമല്ല, പത്തനംതിട്ടയിൽ ഒരു കേസ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന്
മണിക്കൂറിൽ അതിന്റെ എഫ്ഐആറിന്റെ വിവരങ്ങൾ പോലും പുറത്തു വരുന്നതിന് മുൻപ് 10-15 ആളുകളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായില്ല. അപ്പൊ കേരളത്തിലെ പോലീസിന് കഴിവില്ല എന്നുള്ളതല്ല, കേരളത്തിലെ പോലീസിന് പുറകിൽ നിന്ന് വലിക്കുന്നു. ആ പുറകിൽ നിന്ന് വലിക്കുന്നതിന്റെ പിന്നിൽ ഒരു ധാരണയുണ്ട്, ഒരു സെറ്റിൽമെന്റ് ഉണ്ട്, ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അത് എക്കാലത്തും UDF-ഉം LDF-ഉം എടുത്തിട്ടുണ്ട്, CPM-ഉം കോൺഗ്രസും എടുത്തിട്ടുണ്ട്. സ്വന്തം നേതാക്കളെ സംരക്ഷിക്കാൻ ഏതെങ്കിലും PV Anwar-നെ അറസ്റ്റ് ചെയ്തില്ലേ? PV Anwar-നെ അറസ്റ്റ് ചെയ്തില്ലേ? PV Anwar-നെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങൾ, വ്യക്തിപരമായി ഉയർത്തിയ ആരോപണങ്ങൾ, അദ്ദേഹത്തിന്റെ ചെയ്തികൾക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ. അപ്പൊ PV Anwar-നെ അറസ്റ്റ് ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നമ്മൾക്കത് അങ്ങനെ അല്ല എന്ന് ധരിക്കാൻ കഴിയുമോ? PV Anwar-നെ അറസ്റ്റ് ചെയ്തില്ലെങ്കിലാണ് അത്ഭുതപ്പെടേണ്ടത്. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത് ആരെ പ്രീണിപ്പിക്കാനാണ്? അതിനുശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയ രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ, അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങളിലെല്ലാം ഇല്ലേ എന്തുകൊണ്ടാണ് അൻവറിനെ അറസ്റ്റ് ചെയ്തത്, എന്ത് സാഹചര്യമാണ് അൻവറിനെ അറസ്റ്റ് ചെയ്തത്, എന്ത് രാഷ്ട്രീയമാണ് അൻവറിനെ അറസ്റ്റ് ചെയ്തത്? അത് കൃത്യമല്ലേ? അൻവറിനെ അറസ്റ്റ് ചെയ്തില്ലെങ്കിലാണ് അത്ഭുതപ്പെടേണ്ടത്. അപ്പൊ ഇഡി വന്ന് വളരെ വേഗത്തിൽ അന്വേഷണം നീങ്ങുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? കരുവന്നൂരിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. കേന്ദ്ര ഏജൻസികൾ വരുമ്പോൾ ഉണ്ടാകുന്നത് ഒളിച്ചു വെക്കാനോ മറച്ചു വെക്കാനോ സാധ്യതയുള്ള രേഖകൾ കൃത്യമായി പുറത്തു കൊണ്ടുവരിക, നിയമപരമായി പുറത്തു കൊണ്ടുവരിക എന്നല്ല. ഇപ്പൊ കരുവന്നൂരിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് ബാങ്കുകളുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം ആ തരത്തിൽ പരിശോധനകൾ നടന്നില്ലേ? അത് സംസ്ഥാന പോലീസ് ആദ്യം അന്വേഷിച്ച കേസുകളല്ലേ? എന്തെങ്കിലും നടപടി ഉണ്ടായോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട്? അപ്പൊ കൃത്യമായി ഇതിനെ ഏതെങ്കിലും ഒളിച്ചു വെക്കുന്ന രേഖകളോ UDF-നെ സഹായിക്കുന്ന എന്തെങ്കിലും സാഹചര്യങ്ങളോ LDF-ന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ, ഭരണകക്ഷിയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അതിനെ തടയിടുക എന്നുള്ള രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നേ. നേതാക്കളെ സ്വത്ത് കണ്ടുകെട്ടിയ നടപടിയിൽ നിന്നൊക്കെ പിന്നാക്കം പോകേണ്ടി വന്നു, കോടതിയിൽ നിന്നും വിമർശനവും കേൾക്കേണ്ടി വന്നു. നമ്മളുടെ കോടതികളിൽ കേസ് വരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട കോടതികൾ നടത്തുന്ന പരാമർശത്തിന്റെ അടിസ്ഥാനത്തിലോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികളുടെ അടിസ്ഥാനത്തിലോ ഏതെങ്കിലും ഒരു നടപടിക്ക് കുറവുണ്ടായി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കണ്ടുകെട്ടലിന് നടപടി കുറവുണ്ടായി. ഇഡിയുടെ ആക്ഷനിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്, അതൊരു പ്രതികാര രാഷ്ട്രീയമാണ്. ആ ഘട്ടത്തിലാണ് ഇഡി എത്തുക എന്നുള്ളതാണ്. അതാണിപ്പോൾ CPM ആയാലും കോൺഗ്രസ് ആയാലും പറയുന്നത്. ഇപ്പോൾ ഇഡി വരുന്നതിനെ CPM സ്വാഗതം ചെയ്യുന്നില്ല. സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികളെ എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നത് എന്ന ബോധ്യമുള്ളതുകൊണ്ട് CPM-ഉം അതിനെ സ്വാഗതം ചെയ്യുന്നില്ല. ബഹുമാനപ്പെട്ട സ്മൃതി, എങ്ങനെ അവർ സ്വാഗതം ചെയ്യും? അതും ആലോചിക്കേണ്ടതല്ലേ? ED-യെ ഈ കേസിൽ സ്വാഗതം ചെയ്താൽ ED എടുത്ത മറ്റുള്ള കേസുകളിൽ എടുത്തിട്ടുള്ള നടപടികൾ ശരിയാണെന്ന് രാഷ്ട്രീയപരമായി പറയേണ്ടി വരില്ലേ? അപ്പൊ അതിൽ രാഷ്ട്രീയമാണ് അവർ കാണുന്നത്. ഒരു അന്വേഷണ ഏജൻസി നടത്തുന്ന സുതാര്യമായിട്ടുള്ള അന്വേഷണത്തെ കുറിച്ചല്ല, അന്വേഷണ ഏജൻസിയെ രാഷ്ട്രീയവൽക്കരിക്കുക എന്നുള്ളതാണ്. അന്വേഷണ ഏജൻസിയെ രാഷ്ട്രീയവൽക്കരിച്ച ഒരു ആരോപണം ഉന്നയിച്ച് ഇതിൽ ED വരുന്നതിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, ED വരുന്നത് സംസ്ഥാനത്തിന്റെ അന്വേഷണത്തെ അട്ടിമറിക്കാനാണ് എന്നെല്ലാം പറയുന്നതിന്റെ പിന്നിൽ ഈ സംസ്ഥാനത്ത് ED-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഏജൻസികളുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം നടക്കുന്ന മറ്റ് അന്വേഷണങ്ങളെ തടയിടുക, അല്ലെങ്കിൽ അതിന് അന്ന് ഞങ്ങൾ എടുത്ത നിലപാടുകൾ ശരിയാണെന്ന് പറയുക, അത്രയല്ലേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയം അതിനകത്തില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.